ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ശൂരനാട് റീജിയൻ്റെ ഈ വർഷത്തെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ ദിവസത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാനിതനായ പാസ്റ്റർ സാം ഫിലിപ്പ് അവറുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുകയും ഈ റീജിയൻ്റെ നടുനായകത്വം വഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും ബഹുമാനിതനായ പാസ്റ്റർ ടി.ഐ. എബ്രഹാം, പാസ്റ്റർ ജോർജ് തോമസ്, പാസ്റ്റർ കെ.വി. ദാനിയൽ കുട്ടി, പാസ്റ്റർ എം. ജോയ്, പാസ്റ്റർ വി.എം. ജേക്കബ്, അനുബന്ധ സഹശുശ്രൂഷകന്മാരായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാനിതരായ ദൈവവൃത്തന്മാർ, വിശേഷിച്ച് റീജിയനിലുള്ള CM സൺഡേ സ്കൂൾ, വനിതാ സമാജം, ഇവാഞ്ചലിസം ബോർഡ്, റൈറ്റേഴ്സ് ഫോറം തുടങ്ങിയ അനുബന്ധ എല്ലാ സംഘടനയിലെ മുൻനിര പ്രവർത്തകർ, വിശ്വാസ സമൂഹങ്ങൾ, സുവിശേഷ തൽപരരും ബൈബിൾ സ്നേഹികളുമായ പ്രബുദ്ധരായ നാട്ടുകാർ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ഹൃദയ അഭിവാദനം അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ദൈവവചനം സംസാരിപ്പാൻ എന്നെയും ചേർത്ത് നിർത്തിയതിൽ ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. സുവിശേഷത്തിൻ്റെ പ്രാധാന്യത വളരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. മറ്റേതൊരു രാഷ്ട്രീയ മത പ്രത്യയശാസ്ത്രങ്ങളെ കഴിഞ്ഞപ്പുറമായി മനുഷ്യ മനസ്സുകളെ വല്ലാതെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് സുവിശേഷം. മനുഷ്യൻ്റെ ആധ്യാത്മിക, ശാരീരിക, മാനസിക മേഖലകളിൽ സുവിശേഷം വരുത്തുന്ന മാറ്റം അവർണ്ണനീയമാണ്. അതിൻ്റെ ഒരു വക്താവായി തീരാൻ എനിക്കും ലഭിക്കപ്പെട്ട ഭാഗ്യം ജീവിതത്തിലെ സുഹൃതമായി ഞാൻ എണ്ണുകയാണ്. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരുപാടിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ അവസരമുണ്ടായി എന്നുള്ളത് അഭിമാനകരമായൊരു അനുഭവമാണ്. ഇന്ന് രാത്രിയിൽ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും തുടർന്നുള്ള ലഭ്യമായ സമയപരിധികളിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വാക്കുകളിൽ കൂടെ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും വായിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി മോശെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം അവതരിപ്പിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. ദയവായി നിയുക്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മൈക്കിൽ കൂടെ ആ ഭാഗം ഒന്ന് പൊതുജനത്തിന് തെളിവായി വായിച്ചു കേൾപ്പിക്കണമെന്ന് സവിനയം ആവശ്യപ്പെടുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 23, 24, 27 വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. നാം വായിച്ചതായിരിക്കുന്ന പുതിയ നിയമത്തിലെ ഭാഗം ഏറ്റവും ചരിത്ര പ്രാധാന്യതയുള്ളതായ ഒരു ലേഖനത്തിലെ ഒരു ഭാഗമാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഗങ്ങൾ സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ, ചരിത്രങ്ങൾ, പ്രവചനം എന്ന നിലയിൽ വിഭാഗിച്ച് പഠിക്കുവാനായി പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിൽ കൂടെ അവസരമൊരുക്കി തന്നിട്ടുണ്ട്. കാനോനികമായി അതങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൽ ലേഖനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികളോടും സഭകളോടും സാർവത്രികമായിരിക്കുന്ന ജനത്തോടുമുള്ളതായ ഉപദേശവുമായി ബന്ധപ്പെട്ട്, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട്, മനുഷ്യരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ ലഭ്യമായ ശ്ലീഹന്മാരുടെ വെളിപ്പാടുകളാണ്. ലേഖന പരമ്പരകളിൽ പ്രസിദ്ധമായിരിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അതിൻ്റെ
എഴുത്തുകാരൻ ആരാണ് എന്ന് ഇതുവരെയും കൃത്യമായി തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ലേഖനത്തിന്റെ ഭൂപ്രകൃതിയിൽ കൂടെ നടത്തുന്ന ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഊഹത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ് ആണ് എന്നുള്ളതാണ്. അതിനു കാരണം യഹൂദ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൃത്യമായി വരച്ചു കാണിച്ചുകൊണ്ട്, യഹൂദ പാരമ്പര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, യഹൂദ മതത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന അബ്രഹാം മുതൽ യഹൂദ രാജ്യത്തിന്റെ അടിത്തറ പാകുവാൻ, രാജ്യത്തിന് അടിക്കല്ലിടുവാൻ കാരണക്കാരനായി തീർന്ന മോശ മുതൽ ഇങ്ങ് തുടങ്ങുന്ന ഗോത്രപിതാവായ യാക്കോബും തുടർന്നുള്ള അവന്റെ മക്കളും ജനസന്തതികളുടെയൊക്കെ ചരിത്രങ്ങൾ ഒന്നല്ലെങ്കിൽ ഓരോ വാക്കുകളിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയധികം ചരിത്രം ആധികാരികമായി എഴുതുവാൻ കരുത്തുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ ഞാൻ ഈ സമയം ഈ വേദിയെ ഉപയോഗിക്കുന്നത്. ഈ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് തന്നെയാണ്. ദൂതന്മാരെ കഴിഞ്ഞും ശ്രേഷ്ഠനായ, പിതാക്കന്മാരെ കഴിഞ്ഞും ശ്രേഷ്ഠനായ, നവോത്ഥാനത്തിന് തിരികൊളുത്തിയ മോശയെ കഴിഞ്ഞും ശ്രേഷ്ഠനായ, നിങ്ങൾ പറയുന്ന ഏതൊരു വ്യക്തിത്വങ്ങളെ കഴിഞ്ഞും ശ്രേഷ്ഠനായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ അവനെ ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കാൻ അവനെ ശ്രദ്ധിച്ചു നോക്കണം. പീഡകളുടെ പെരുമഴ പെയ്തിറങ്ങുമ്പോൾ വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകാതെ ക്രൂശിനെ മുറുകെ പിടിക്കാനായി അവനെ ശ്രദ്ധിച്ചു നോക്കണം. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള വിൺ നഗരത്തിൽ എത്തണമെങ്കിൽ ആ നസ്രേത്തുകാരനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന് തന്നെയാണ് ഈ ലേഖനത്തിൽ കൂടെ മുഴുനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. യേശു ക്രിസ്തുവിനെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യത കൽപ്പിച്ചുകൊണ്ട് ഈ ലേഖനം എഴുതാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഒരു സാമൂഹിക പശ്ചാത്തലം, ഒരു മത പശ്ചാത്തലം. ആ പശ്ചാത്തലങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടാണ് ലേഖകൻ തന്റെ തൂലിക ചലിപ്പിക്കുന്നത്. അതെല്ലാം മറന്നേക്കൂ, നിങ്ങൾ യേശുവിനെ തന്നെ നോക്കൂ എന്ന് താൻ ആഹ്വാനം ചെയ്യുന്നത്. റോമൻ കൈസർ അഴിച്ചുവിടുന്നതായിരിക്കുന്ന കിരാതമായ പീഡനകൾ എബ്രായ വിശ്വാസികൾക്ക് നേരിടാൻ കരുത്തില്ലാതെ, വിശ്വാസത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്ന പാരമ്പര്യത്തിന് മതിൽക്കെട്ടിനുള്ളിലേക്ക് മടങ്ങിപ്പോകാൻ, ജീവനെ തൃണവൽക്കരിക്കുവാനുള്ളതായ താല്പര്യമില്ലാതെ ജീവനെ പേടിച്ചുകൊണ്ട് വിശ്വാസത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഈ ലേഖനകർത്താവിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളിൽ വല്ലാത്ത വേദനകൾ ഉണ്ടാക്കി. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിട്ടിറങ്ങി പോന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, മഹത്തായിരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി. ഈ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിയാവുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു ജീവിതവും അതിന്റെ ആധികാരികതയുമാണ് ക്രിസ്തുവേശുവിൽ കൂടെ ലഭ്യമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇവിടെ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിക്കുന്നതും ഒന്നും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ സമ്മേളനത്തിൽ കൂടെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതിച്ഛായ അതേ അനുഭവത്തിൽ ജനിക്കപ്പെടണമെന്നാണ് കർത്താവിനോട് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അതിതിന്റെ അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും. എന്താ അകത്തും പുറത്തും എന്ന് ഞാൻ പറയാൻ താല്പര്യം, വിശ്വാസത്താൽ മോശ ജനിച്ചു, വിശ്വാസത്താൽ മോശ വളർന്നു, വിശ്വാസത്താൽ മോശ ആദർശ ദൈവത്തെ കണ്ടു. ഒരു വിശ്വാസ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ വിശദീകരണമാണ് മോശയിൽ കൂടെ പരിശുദ്ധാത്മാവ് ഈ ലേഖകനിൽ കൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം. അങ്ങനെയാണെങ്കിൽ വിശ്വാസ കുടുംബത്തിനൊരു സന്തോഷമുണ്ട്, വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു സന്ദേശമുണ്ട്, വിശ്വാസമില്ലാത്തതായ പുറത്തുള്ള ആളുകളോടും ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. ക്രൈസ്തവ പീഡകൾ എന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിച്ചത് പറയാൻ കഴിയുകയില്ല. നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, സ്വന്തം മണ്ണിൽ സ്വന്തം പാർപ്പിടത്തിൽ ജീവിക്കാനുള്ള അവസരം ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം അടിച്ചേൽപ്പിച്ചിട്ട് നാട് കടത്തുകയും
കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായ പീഡനമുറകളുടെ ഒരു കാലഘട്ടമാണ്. സാമൂഹികപരമായും രാഷ്ട്രീയപരമായും മതപരമായും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം കഠിനമായിരിക്കുന്ന പീഡകൾ എബ്രായ വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് പാപം ചെയ്തിട്ടല്ല, രാജ്യത്തിന് നിയമത്തിന്റെ അഖണ്ഡതകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടല്ല, അവരന്റെ അതിരി മാന്തുവാൻ വേണ്ടി രാത്രികളിൽ പ്രയാണം ചെയ്തതുകൊണ്ടല്ല, ആത്മാക്കളുടെ ഉടയവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ട്, യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള വിളംബരം അവർ പ്രഘോഷിച്ചതുകൊണ്ട്, ലഭ്യമായിരിക്കുന്ന കാനനത്തിലും പാറയിടുക്കിലും വഴിത്താരകളിലും വീടുകളിലും മാളിക മുറിയിലും ഒക്കെയായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്, അങ്ങനെയുള്ളതായ പീഡകൾ നിലനിൽക്കുന്ന ഇന്നത്തെ ഭാരത ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ എന്റെ പ്രസ്ഥാനത്തോട് ചേർന്നുകൊണ്ട് രാജ്യത്തോട് പറയാൻ എനിക്കൊരു ദൂതുണ്ട്. നിയമത്തിന്റെ പരിരക്ഷകൾ ഞങ്ങൾക്ക് നീതി നിർവഹണം നടത്താനുള്ള, ഞങ്ങൾക്ക് നീതി ലഭിക്കത്തക്ക നിലയിലുള്ളതായ അവസരങ്ങൾ ഇവിടെ സംജാതമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അനുഭവിക്കേണ്ടതായ നീതികൾ ഞങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പെന്തക്കോ സമൂഹം അടക്കമുള്ള നിരവധി വ്യക്തികൾ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കഠിനമായിട്ട് ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്കതിന് ഭാരമല്ല, ഞങ്ങൾ സമരം ചെയ്യില്ല, ഞങ്ങൾ ഒരു ഖരാവോ നടത്തില്ല, ഞങ്ങൾ ഒരു പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങുകയില്ല, ആരുടെയും വീട് കത്തിക്കില്ല, ആർക്കുമെതിരെ ഒരു ആക്ഷനും എടുക്കുകയില്ല. അതിന് കാരണം ഈ ബൈബിൾ തരുന്ന സന്ദേശം വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കണമെന്നാണ്. ആ വില എന്ന് പറയുന്നത് ഗളം ഛേദിക്കപ്പെട്ടിട്ട് എന്റെ ചോരയും മണ്ണിൽ പടർന്ന് പന്തലിക്കേണ്ടതായ അവസ്ഥകളാണെങ്കിൽ പോലും ഒരടി പിന്മാറാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതിനു കാരണം ഈ ഭൂപരപ്പിലെ ജീവിതമല്ല ബൈബിൾ വിഭാവനം ചെയ്യുന്ന ജീവിതം. ഇതിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ഈ ബൈബിളും ബൈബിളിന്റെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവാകൊണ്ട് ഞങ്ങളുടെ ചോരകൾ മണ്ണിൽ ഉണങ്ങി പടർന്ന് പന്തലിച്ചാലും ആ ചോര ചാലിതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വീണ്ടും പറയും, മറ്റൊരുത്തനൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല എന്ന്. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറമായ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ പ്രഖ്യാപനത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് എബ്രായ ലേഖനത്തിൽ കൂടെ ലേഖകൻ എബ്രായ വിശ്വാസികളെ ഓർപ്പിച്ചുണർത്തുന്നത്. മരണത്തിന് മുമ്പിൽ ഭയപ്പെട്ടു പോകരുത്, പ്രകൃതിക്ഷോഭത്തിന് മുമ്പിൽ ഭയപ്പെട്ടു പോകരുത്, വിശ്വാസ ജീവിതത്തിന് നേരെ വരുന്ന നരനായാട്ടിന് നേരെ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, പിശാച് അഴിച്ചു വിടുന്നതായ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. അങ്ങനെ പോകാതിരിക്കാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ ക്രിസ്തുവിനെ നോക്കണം, ക്രിസ്തുവിനെ നോക്കണം, ക്രിസ്തുവിലേക്ക് തന്നെ നോക്കണം. നമ്മുടെ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. ഇങ്ങനെ പീഡനങ്ങൾ നിറഞ്ഞതായ കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹം നിലനിൽക്കേണ്ടതിന് ലേഖകൻ ചില കഥാപാത്രങ്ങളെ പഴയ നിയമത്തിൽ നിന്നും അടർത്തിയെടുക്കുകയാണ്. അവരുടെ പേരുകൾ കൃത്യമായി ആലേഖനം ചെയ്തിട്ട് അതിന് തൊട്ടടി രേഖപ്പെടുത്തുന്നു, ഇവർ ദൈവത്തെ വിശ്വസിച്ചിരുന്നുവെന്ന്. സാമൂഹിക ദ്രോഹിയായി മുദ്ര കുത്തപ്പെട്ട രഹാബ് എന്ന് പറയുന്ന വേശ്യയെ പോലും ബൈബിളിന്റെ മുഖ്യ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം കരുണ തോന്നിയതിന്റെ കാരണം എന്താണെന്നറിയാമോ? വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. മറ്റേതിനെ കഴിഞ്ഞും ദൈവം ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? കുലത്തിന്റെയും നിറത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പണത്തിന്റെയും അധികാരത്തിന്റെയും ഒന്നും അടിസ്ഥാനത്തിലല്ല, ദൈവത്തോടുള്ള ഭയഭക്തിയും വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ. വിശ്വസിക്കുന്ന ഏവനുണ്ടോ അവനാണ് ദൈവത്തിന് മുമ്പിലും ദൈവരാജ്യത്തിന് മുമ്പിൽ അതുല്യൻ എന്ന് പറയാനും എനിക്ക് ഈ രാത്രിയിൽ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ല, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് ചിന്തിച്ച് ഭൗതിക മേഖലയിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങളില്ലാതെ ദാരിദ്ര്യം പിടിച്ചതായിരിക്കുന്ന അനുഭവങ്ങളാണ്, ഉയർച്ചയില്ല, അവരെ പോലെ എനിക്ക് പലതുമില്ല എന്ന് വിഷണ്ണരായി പ്രാർത്ഥന മുടക്കി, ആരാധന മുടക്കി, ദൈവവചന ധ്യാനവും പഠനവും മുടക്കി ദൈവത്തോട് പിറുപിറുത്ത് മാറിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഈ കാണുന്നതായിരിക്കുന്ന ഭൗതിക നേട്ടങ്ങളൊന്നുമല്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും അതുല്യമായിരിക്കുന്ന അനുഭവം. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ സ്വർഗമെന്ന കുടുംബത്തിൽ അവകാശിയായി തീരപ്പെട്ടു എന്നുള്ളതാണ്. പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ലഭ്യമായി എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ട് ഒരു നേട്ടവും ഈ ലോകത്തിൽ നമുക്ക് നേടാനില്ല.
അത് നേടിയവർ മാത്രം കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരമൊന്ന് ചേർത്തടിച്ച് നമുക്ക് ദൈവത്തെ സന്തോഷത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിൽ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നവർ മടങ്ങി വരട്ടെ. ഹൃദയത്തിൽ പിറുപിറുപ്പുള്ള അവരുടേതായിരിക്കുന്ന ആ ചാരം മൂടിക്കിടക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. ആത്മശക്തിയോടെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു അനുഭവത്തിന്റെ രാത്രിയായി ഇന്ന് രാത്രി തീരേണ്ടതിനായി ഒരിക്കൽ കൂടെ നമ്മുടെ കരമടിച്ച് നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. അങ്ങനെ താൻ വിശ്വാസത്തിന്റെ നേരകയിൽ നിൽക്കുന്ന ചില ചരിത്ര പുരുഷന്മാരെ പട്ടിക നിരത്തി അവതരിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പ്രമുഖനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മോശെ എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യൻ. ആരാണ് മോശെ? മോശയെ കുറിച്ചൊന്നും ഇവിടെ പറയാനായിട്ട് ഒരുപാട് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ മോശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വസ്തുതകളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. മോശ മറ്റാരുമല്ല, പീഡനങ്ങളിൽ കൂടെ കടന്നുപോയ യഹൂദ ജനത്തിന്റെ വിമോചകനായി ദൈവം എഴുന്നേൽപ്പിച്ച അനുഗ്രഹീതനായ ഒരു പ്രവാചകനായിരുന്നു മോശെ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജനന ജീവിത കാലഘട്ടം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വളരെ കലുഷിതമായിരുന്നു, സങ്കീർണതകൾ നിറയപ്പെട്ടതായിരുന്നു. ഫറവോ എന്ന് പറയുന്ന രാജാവ്, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം യഹൂദ ജനത്തോട്, എബ്രായ ജനത്തോട് കാണിക്കുന്ന കഠിനമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിമിത്തം ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് സ്വപ്നം പോലും കാണാനുള്ള അവകാശമില്ലാതെ ആ രാജ്യത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി, വിപുലതകൾക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു അടിമവർഗമായി വിധേയപ്പെടേണ്ട ഒരു ഗതികെട്ട സാഹചര്യത്തിൽ കൂടെ എബ്രായ ജനം കടന്നു പോകുമ്പോഴാണ് മോശയുടെ പിറവി നടക്കുന്നത്. മോശ പിറക്കുന്നത് യാദൃശികമാണോ? അല്ല, അതിന് പിന്നിൽ വിശ്വാസത്തിന് ഒരു ഇടപെടലുണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിസ്താര ഭയത്താൽ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. വിശ്വാസത്താൽ മോശ ജനിച്ചപ്പോൾ, ആരുടെ വിശ്വാസത്താൽ? എന്തിന്റെ വിശ്വാസത്താൽ? ഏതിന്റെ അടിസ്ഥാനത്തിൽ? എന്താണ് അങ്ങനെ ലേഖനകർത്താവ് പരിശുദ്ധാത്മാവിൽ ഈ പുസ്തകത്തിൽ അങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് കാരണമായി തീർന്ന സംഗതി? ആരുടെ വിശ്വാസമാണ്? 3 പ്രധാനപ്പെട്ട സന്ദേശമാണ് ആ 3 വാക്യത്തിൽ നിലനിൽക്കുന്നത്. 1, വിശ്വാസത്താലുള്ള ജനനം. 2, വിശ്വാസത്താലുള്ള വളർച്ച. 3, വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കാണുന്ന ഒരു കൂടിക്കാഴ്ച. അതിലൊന്നാം ഭാഗമാണ് മോശ ജനിച്ചപ്പോൾ. മോശ ജനിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. അവരുടെ കുടുംബം ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു കുടുംബമാണ്. ആരുടെ വിശ്വാസത്താലാണ് മോശ ജനിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വസ്തുത ഈ വേദിയിൽ ഞാൻ പങ്കിടുകയാണ്. അമ്രാം എന്ന് പറയുന്ന മനുഷ്യൻ, യോഖേബേദ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ത്രീ, അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം ചെയ്യുന്നതായിരിക്കുന്ന 2 അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ദമ്പതികൾ. മക്കള് വേറെയുണ്ട്. മക്കള് വേറെ ഉണ്ടായിട്ടും ഒരു മകനെയും കൂടെ അവർ ആഗ്രഹിക്കുകയും ദൈവം അവർക്ക് കൊടുക്കുകയും ചെയ്തത് എന്തിനായിരുന്നു? അവരുടെ വിശ്വാസം കണ്ടിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തലമുറകളില്ല എന്ന് പറയുന്നതായ ഒരു ശൂന്യതകളെ നികത്താൻ വേണ്ടിയിട്ടാണോ? അല്ല. കാലങ്ങളേറെയായി താനും തന്റെ കുടുംബവും കുലവും മുഴുവൻ ഈ ഈജിപ്ത് എന്ന് പറയുന്നതായ അടിമ രാജ്യത്തിൽ അടിമകളായിട്ട് ജീവിക്കുകയാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷകളില്ലാതെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് അവരവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലും കഷ്ടതയുടെ കഠിന ശോധനകൾ ഉണ്ടായിട്ടും ക്രൂരമായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമസംഹിതകൾ ഇടപെടലുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടും അമ്രാമും യോഖേബേദും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവസന്നിധി നിലവിളിക്കുന്നവരായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? തെളിവുകൾ വേറെ ഒന്നും പറയാനില്ല. ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം അറിഞ്ഞുവെന്ന് ദൈവം അവരെ അഡ്രസ് ചെയ്യുന്നുവെങ്കിൽ അത് ആരുടെ നിലവിളിയായിരിക്കാം? അത് ആരുടെ പ്രാർത്ഥനയായിരിക്കാം? നിശ്ചയമായിട്ട് അടിവരയിട്ട് ഞാൻ പറയുന്നു, അത് അമ്രാമിന്റെ യോഖേബേദിന്റെ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചില സമൂഹങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? ഇത്തരത്തിൽ എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഒരു വിമോചനം ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഈ സമൂഹം ഈ രാജ്യത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ഓർമ്മ ചിത്രമായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വിമോചനത്തിന് വേണ്ടി ഒരുവനെ നീ എഴുന്നേൽപ്പിക്കണം. അതെന്റെ ഉദരത്തിൽ നിന്നാണെങ്കിൽ പോലും ദൈവമേ എഴുന്നേൽപ്പിക്കണമേ എന്നുള്ളതായിരിക്കും അമ്രാമിന്റെ ഈ യോഖേബേദിന്റെ പ്രാർത്ഥന. ദൈവം കേട്ടതിന്റെ വെളിച്ചത്തിലായിരിക്കാം മോശ കുഞ്ഞു പിറന്നു വീഴുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടും കൺവെൻഷൻ വേദികളെ
സ്തോത്ര ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മഭാരത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എന്ന് കരുതി എല്ലാവർക്കും പ്രസംഗിക്കാൻ ഒരു അവസരമുണ്ടോ? ഒരു വിമോചനത്തിന് വേണ്ടി എല്ലാവർക്കും വേദികളിൽ നിൽക്കാൻ ഒരു അവസരമുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാവർക്കും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി അണിചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്. പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയുന്നു. ശൂരനാട് റീജിയന്റെ ഉള്ളിൽ, ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ചില മോശക്കുഞ്ഞുമാര് പിറക്കേണ്ടതിനായി മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചരിത്രം മാറ്റി എഴുതാൻ ദൈവം സർവശക്തനായി ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന സന്തതി പരമ്പരകൾ ഈ ലോകത്തിനു മുമ്പിൽ നിന്റെ കുടുംബ പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കാനുള്ളതല്ല. അതിനപ്പുറമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്ന ജനസാഗരത്തിന് വിമോചകനായ യേശുവിനെ ഉയർത്തി കാണിക്കുന്ന ഒരു തലമുറ, ഒരു ജനതയായി തീരാൻ കൃപ പ്രാപിച്ചവർ, മർമ്മം വെളിപ്പെട്ടവർ കരമടിച്ചൊന്ന് ആരാധിച്ചോ. നിങ്ങളുടെ സമയം ഞാൻ ഒട്ടും ഇവിടെ കവർന്നെടുക്കുകയില്ല. പറയുന്ന കാര്യം അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ കുറച്ചേ പ്രസംഗിക്കുന്നുള്ളൂ. ഇന്ന് രാത്രി ചില മാതാപിതാക്കന്മാരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നാളുകളായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയല്ലേ? എനിക്ക് തന്ന സന്തതികളിൽ നിന്നും ആരാണ് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്ന് നിന്റെ കണ്ണടയും മുമ്പ് അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നിന്റെ സന്തതി ലോക ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്ന നിലകളിൽ, ഈ ഷാരൺ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ നിലകളിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. അവൻ എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, നേഴ്സായിരിക്കാം, അവൻ വക്കീലായിരിക്കാം, പോലീസ് ഓഫീസർ ആയിരിക്കാം. പക്ഷേ അവളുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന കാലത്തിന്റെ കതിരവൻ ഇന്ന് രാത്രി ഈ പന്തലിൽ വ്യാപരിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ മക്കളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത്, മരുമക്കളെ ഓർത്ത് ആവലാതിപ്പെടുന്ന യോഖേബേദേ, അമ്രാമേ, നിന്റെ കണ്ണുനീരിന് ഫലമുണ്ടാകാതെ പോകുകയില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകാതെ പോകുകയില്ല. അസാധ്യതകളുടെ ഇരുട്ടടഞ്ഞതായിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിന്റെ തലമുറ ഒരു തീനാളമായി എഴുന്നേൽപ്പിക്കാൻ, ആമേൻ ആമേൻ, ജനത്തിന്റെ വിമോചനത്തിന്റെ ദീപശിഖയെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ഈ 2024 തന്നെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്താൽ മോശ ജനിച്ചു, വിശ്വാസ വീട്ടിൽ ജനിച്ചു. അങ്ങനെ കൂടെ അതിനെ വ്യാഖ്യാനിക്കാം. അമ്മയുടെയും അപ്പൻ്റെയും വിശ്വാസത്തിൽ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ, ഒരു മകൾ ജനിച്ചു കഴിഞ്ഞാൽ അപ്പയമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. ഇന്ന് രാത്രി ഞാൻ മക്കളോടൊരു കാര്യം പറയാം. ആമേൻ, മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷ, ആമേൻ സ്തോത്രം, നീ കാണാതെ പോകരുത് കേട്ടോ, നീ അറിയാതെ പോകരുത് കേട്ടോ. നീ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയായി തീരാൻ കാരണം നിന്റെ മാതാവും പിതാവും കൊടുത്തതായിരിക്കുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് നീ സാമാന്യ ബുദ്ധിയിലെങ്കിലും മനസ്സിലാക്കണം. അവരെ അറിയാതെ അംഗീകരിക്കാതെ നിന്റെ ജീവിതത്തിന് നീ പ്ലാൻ തയ്യാറാക്കരുത്. നിന്റെ അപ്പനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് നീ ഒരു കാര്യവും ചെയ്യരുത്. അവരെ കഴിഞ്ഞ് അറിവുണ്ട്, ലോകപരിചയമുണ്ട്, ആരോഗ്യമുണ്ട്, സംവിധാനമൊക്കെ നിനക്കുണ്ടെങ്കിലും ആമേൻ അവരിലുള്ളതായിരിക്കുന്ന അഭിഷേകത്തെ നീ മനസ്സിലാക്കാതെ പോകരുത്. ആമേൻ, ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഒരു പ്രവാചകനായി, ഒരു പ്രവാചകയായി, കർത്താവിന് വേണ്ടി എഴുതുന്നവളായി, പാടുന്നവരായി, പ്രസംഗിക്കുന്നവരായി, അധ്യക്ഷത ചെയ്യുന്നവരായി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. സഭ ഒന്നടങ്ക കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറ. വിശ്വാസത്താൽ മോശ ജനിച്ചു. അവൻ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടെന്നാണ് വായിക്കുന്നത്. ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. അതങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും അതൊരു സൗന്ദര്യത്തെക്കുറിച്ച്, ബാഹ്യ ശാരീരിക സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം, നല്ല രൂപഭംഗി, നല്ല നിറം, ഒത്ത ഗുണവും നിറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളൊരു അർത്ഥത്തിലാകെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസത്താൽ മോശ ജനിച്ചപ്പോൾ കുഞ്ഞ് ദിവ്യത്വമുള്ളവനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അവൻ്റെ മേലൊരു കരിസ്മയുണ്ടെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അവൻ്റെ മേലൊരു ദൈവകൃപയുണ്ടെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അങ്ങനെ കാണുന്ന അമ്മയപ്പന്മാർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യങ്ങൾ തിരിച്ചറിഞ്ഞ്
ആ നിലകളിൽ അവരെ വളർത്താൻ ശ്രമിച്ചാൽ നീ ചോദിച്ചതിനും നനച്ചതിനും അത്യന്തപരമായി നീ നിന്റെ കുടുംബവും സ്തോത്ര ചരിത്രത്തിന്റെ ഭാഗമാകുന്ന നിലകളിൽ, സൂര്യനാട് റീജിയൻ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന നിലകളിൽ ദൈവപ്രവർത്തികൾ കൊണ്ട് അലങ്കൃതമാകുന്നു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരുപക്ഷെ ശാരോൻ പ്രസ്ഥാനത്തിന്റെ അടുത്ത തലമുറകളെ നയിക്കുന്ന ദിവ്യത്വമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുന്നത് ഈ റീജിയനിൽ നിന്നാണെങ്കിലോ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ പ്രസ്ഥാനത്തിന്റെ നിറങ്ങളെ മാറ്റിയെടുക്കത്തക്ക നിലകളിൽ സുവിശേഷീകരണത്തിന്റെ അവസ്ഥകളെ മാറ്റിയെടുക്കത്തക്ക നിലകളിൽ ഇതുവരെ ഇരിക്കുന്ന പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത മഹത്തായ കാര്യം ചെയ്യാൻ നിന്റെ തലമുറയാണ് ദൈവം കണ്ടിരിക്കുന്നത് എന്ന് കൃപ പ്രാപിച്ചവർ, മർമ്മം വെളിപ്പെട്ടവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൂതിനെ സ്വീകരിക്കുക. ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൈവത്തിന്റെ ഈ സന്ദേശത്തെ സ്വീകരിക്കുക. ഇന്ന് രാത്രിയിൽ അത് വെളിപ്പെട്ട് വരട്ടെ. ആമേൻ അടിമമുഖത്തിനൊരു ഭീഷണിയായി, അടിമ രാജ്യത്തിനൊരു ഭീഷണിയായി, നീതി നിഷേധിക്കുന്ന രാജാക്കന്മാർക്കൊരു ഭീഷണിയായി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള തലമുറ, കൃപയുള്ള തലമുറ, കരിസ്മയുള്ള തലമുറ, ആർജവമുള്ള തലമുറ, നെഞ്ചും നെറ്റിയും വിടർത്തി പിടിക്കുന്ന തലമുറ. ഇത് വേഗത്തിൽ സംഭവിക്കുന്ന നാഴികകൾ അതിവിദൂരമല്ല. ഇത് നാളെയല്ല, ഇന്ന് തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പണ്ടുള്ളവയെ മറക്കുക, ഇന്നലകളുള്ള നിരൂപിക്കുകയും വേണ്ട. ഇതാ അവൻ പുതിയതൊന്നു ചെയ്യുന്നു. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ തലമുറകളുടെ മേൽ കർത്താവ് അത്തരത്തിലുള്ള കൃപയുടെ ആത്മാവിനെ പകരുന്നുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ലൈവിൽ കൂടെ ലോകത്തിന്റെ അങ്ങയറ്റത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ബന്ധനമില്ലാത്ത വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ്. അവരുടെ ശരീരങ്ങളിലേക്ക്, ആത്മമണ്ഡലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ചാടി എഴുന്നേൽക്കുന്ന ഒരു തലമുറ, വടിയും വാളിനും ഭീഷണികൾക്ക് മുമ്പിൽ വേച്ചും വിറച്ചും പോകാത്തൊരു തലമുറ, പൊട്ടിയൊഴുകുന്ന ചോരച്ചാലുകൾക്ക് മുമ്പിൽ മനം പതറാത്തൊരു തലമുറ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. വിശ്വാസത്താൽ മോശ ജനിച്ചു. അങ്ങനെ ചില ജനനം ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കട്ടെ. ചില കരിസ്മയുടെ ജനനങ്ങൾ ഇവിടെ നടക്കട്ടെ. കൃപയുടെ ജനനങ്ങൾ നടക്കട്ടെ. അവൻ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. മക്കളിൽ മറ്റ് രണ്ട് മക്കളിലും കാണാത്ത, മറ്റു മക്കളിൽ ഒന്നും കാണാത്ത ഒരു കരിസ്മ അത് മോശയിൽ ആമേൻ അമ്മയപ്പന്മാർ കണ്ടു. അതുകൊണ്ട് അവനെ വാപൊത്തി വളർത്തുകയാണ്. വാപൊത്തി വളർത്തുന്നു. എന്താ വാപൊത്തി വളർത്താൻ കാരണം? ശബ്ദം പുറത്തു വന്നാൽ രണകിങ്കരൻ ഊരിപ്പിടിച്ച വാളുമായി വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാ. ആ ശബ്ദം കേട്ടാൽ അടുത്ത നിമിഷം കുഞ്ഞിനെ 2 കഷണമായി വെട്ടി തുണ്ടമാക്കും. അതിനുവേണ്ടി മരണദൂതൻ പുറത്തു നിൽപ്പുണ്ട്. മരണദൂതന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വാപൊത്തി വളർത്തുന്ന അമ്മയപ്പന്മാർ. ആമേൻ. സ്വോത്രം. കുഞ്ഞെ നീ മറക്കരുത് കേട്ടോ. നീ പെട്ടുപോകാമായിരുന്നു, ഒരോർമ്മ ചിത്രമായി തീരാമായിരുന്നു. പക്ഷേ അമ്മയപ്പന്മാർ നിനക്ക് പൊത്തിപ്പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചത് കൊണ്ട് നീ എന്തെല്ലാമൊക്കെ ആയി തീർന്നിട്ടുണ്ട് ഇവിടം വരെ കേട്ടോ. ഉറങ്ങാതെ ഉണ്ണാതെ കണ്ണു ചിമ്മാതെ പൊത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച ഒരു തലമുറ അമ്മയപ്പന്മാർ, മാതാപിതാക്കന്മാർ, ദൈവദാസന്മാരെ നിങ്ങൾ മറക്കരുത്. സ്വോത്രം. വാപൊത്തി വളർത്തണം. കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഡിസിപ്ലിനിൽ തന്നെ വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൈവിട്ടു പോകും, സംഗതികളെല്ലാം കൈവിട്ടു പോകും. അതിൻ്റെ ശരിയായ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നില്ല. വാപൊത്തി എത്ര നാൾ വാപൊത്താൻ പറ്റി? 3 മാസം മാത്രം. 3 മാസം. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ വളർച്ച വേറൊരു തലത്തിലേക്ക് മാറി. പിന്നെ അവൻ്റെ ശബ്ദവും അവൻ്റെ കരച്ചിലും ഒന്ന് തടുത്തു നിർത്താൻ കഴിയാതെ മാതാപിതാക്കന്മാർ ഭാരപ്പെടുകയാണ്. ഭാരപ്പെടണ്ട, നിനക്ക് പൊത്തിപ്പിടിക്കാൻ പറ്റുന്ന സമയം വരെ അങ്ങ് പൊത്തിപ്പിടിച്ചോ. ബാക്കി ദൈവം ചെയ്തോളും. ബാക്കി പദ്ധതി ദൈവത്തിന്റെ കയ്യിലാ. നിന്റെ തലമുറയുടെ ഭാവി ദൈവത്തിന്റെ കയ്യിലാ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്യ്. ബാക്കി ദൈവം സുരക്ഷിതമാക്കുമെന്ന്. നിന്റെ കുഞ്ഞിന്റെ ഭാവി ഇല്ലാതായി തീരുകയല്ല ഇവിടെ.
മറ്റൊരു തുടക്കം, മറ്റൊരു തുടക്കം, മറ്റൊരു തുടക്കം ദൈവം തലമുറകൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. മറ്റൊരു ശബ്ദം, മറ്റൊരു വ്യക്തിത്വം, മറ്റൊരു നിറം, മറ്റൊരു ലോകത്തിലേക്ക് തലമുറയെ കർത്താവ് എത്തിക്കുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറ. കൂടെ കിടന്നും പരിലാളിച്ചും മുത്തം കൊടുത്തും താലോലിച്ചും വളർത്തിയ മിരിയ തൻ്റെ കുഞ്ഞു സഹോദരനെ വിട്ടുപിരിയേണ്ടതായ ഗതികെട്ട സാഹചര്യത്തിലേക്ക് വരുന്നു. ആമേൻ. അഹരോനുണ്ട്, അപ്പനും അമ്മയും ഒക്കെ മോശക്കുഞ്ഞിനെ വിട്ടുപിരിയുന്ന ഒരു പ്രത്യേക സന്ദർഭം. ആ സന്ദർഭത്തിൽ മരണത്തിൻ്റെ ഗന്ധമുള്ള ശവങ്ങൾ ഒഴുകുന്ന നീല നദിയിലേക്ക് ഈ കുഞ്ഞിനെ ആമേൻ ഒഴുക്കി വിടാൻ തന്നെ അവർ കുടുംബമായൊരു തീരുമാനമെടുക്കുകയാണ്. ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞ്, എത്തുന്നിടത്ത് എത്തട്ടെ എന്ന് പറഞ്ഞ് അവരതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുന്നു. ചേറിൽ വളർന്നു വന്ന ഞാങ്ങണ പറിച്ചെടുത്തു, പെട്ടകമുണ്ടാക്കി വെള്ളം കയറാതെ കീല് തേച്ച് അതിൽ പട്ട് തുണി കൊണ്ട് അതിൻ്റെ കാര്യമെല്ലാം അകമൊക്കെ റെഡിയാക്കി തൻ്റെ പിഞ്ചോമനെ അതിൽ കിടത്തിയിട്ട് നൈൽ നദിയിലേക്ക് ഒഴുക്കുന്ന ഒരു ചിത്രം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസ കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, ദൈവത്തിന് സ്തോത്രം, മറ്റടുത്തുള്ള വീട്ടിലെ സ്വന്തക്കാരുടെ വീട്ടിലുള്ള സംഭവം പോലെയൊന്നുമല്ല. വിശ്വാസ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങൾ. കുഞ്ഞിന് വേണേൽ തിരിച്ചു ചോദിക്കാം, എവിടെ ദൈവം എവിടെ എന്ന് മാതാപിതാക്കന്മാരോട് ചോദിക്കാം. അങ്ങനെ ചോദ്യം കേട്ട മാതാപിതാക്കന്മാർ ഇതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, നിന്റെ കുഞ്ഞിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ വെളിപ്പെടാൻ പോകുകയാ. എൻ്റെ ദൈവമോ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് നിനക്ക് പറയത്തക്ക നിലകളിൽ നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കരുത്തുള്ള കർത്താവ് ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുക. എൻ്റെ സന്ദേശം അവിടെയല്ല, സത്യത്തിലേക്ക് ഞാൻ അതിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ടാണ് ഈ വഴിയിൽ കൂടെ വെപ്രാളപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അവനെ കീല് തേച്ച പെട്ടകത്തിൻ്റെ ഉള്ളിലാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്നു. അവനെങ്ങനെ കല്ലോലജാനങ്ങളാൽ നിമണീകൃതമായ നീലനദിയുടെ അന്തരീക്ഷത്തിൽ കൂടെ ഒഴുകി 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 എത്തുന്നത് അതുവരെയും അവർക്ക് ചിന്തിപ്പാൻ പോലും കഴിയാത്ത ഒരു ഇടത്തിലേക്കായിരുന്നു. ചോദിച്ചതിനും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്നവനായ ഒരു ദൈവം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നൊരു ദൈവം. ആമേൻ. നിന്നെ തള്ളിക്കളയില്ല. നിന്റെ കണ്ണുനീർ പുഴയിലേക്ക് തള്ളിക്കളയാനുള്ളവനല്ല അവൻ. അവൻ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ മറ്റൊരു ക്രമീകരണം. വിശ്വാസ വീട്ടിൽ പിറന്നതായ മോശ. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബം. മക്കൾ വഴിതെറ്റിപ്പോനതിന് പ്രസ്ഥാനത്തെയോ പാസ്റ്ററിനെയോ സൺഡേ സ്കൂൾ അധ്യാപകരെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുടുംബമാണ് വിദ്യാലയം ആദ്യത്തെ മക്കളുടെ. യഹൂദ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ്, യഹൂദ ചരിത്രമല്ല എല്ലാ ചരിത്രവും, പ്രത്യേകിച്ച് യഹൂദ ചരിത്രം, നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകം 12ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ അകത്ത് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനാണ് എൻ്റെ ചർച്ചിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ പ്രാധാന്യത ഏറ്റവും എടുത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം നിർമ്മിച്ചതായിരിക്കുന്ന ദേവദാസന്മാർ. കുടുംബമാണ് സംസ്കാരത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ധാർമ്മികതയുടെയൊക്കെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത്. കുഞ്ഞാരായി തീരണമെന്ന് അതിന് കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്നത് കുടുംബ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂടി വരുന്ന ലോക്കൽ സഭയുടെയോ റീജിയൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയതൊന്നും ആർക്കും പറയാൻ അവകാശമില്ല. നന്നായതും ചീത്തയായതും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. വീടിനുള്ളിൽ നിലനിൽക്കേണ്ട വസ്തുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ആരാധന. വിശ്വാസത്തിൽ ഊന്നിയതായിരിക്കുന്ന ആരാധന, ദൈവവചന പഠനം, ധ്യാനങ്ങളൊക്കെ. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? എനിക്കറിയാം കർത്താവ് ആരോടൊക്കെ ഏതൊക്കെയോ കുടുംബത്തോട് ഇടപെടുന്നു എന്നുള്ളത്. വീട്ടിലെ ആരാധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ ജനിക്കപ്പെട്ട മോശ വളരേണ്ടത് വീട്ടിലായിരുന്നു. പക്ഷേ വീട്ടിൽ വളരാനുള്ള സാഹചര്യമില്ലാതെ അവൻ പുറത്തോട്ട് പോകുന്നു. അവൻ എത്തപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കൽ. അവിടെ അതിനെക്കുറിച്ച് ലേഖനകർത്താവ് പറയുന്നത്, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ. ജനിച്ചത് വേറൊരു സ്ഥലത്ത്, വളർന്നത് വേറൊരു ഇടത്തിൽ. സ്തോത്രം. വളരുന്നത് എവിടെയാണ് എന്നുള്ളതല്ല, ജനിച്ചത് എവിടെയാണെന്നുള്ളതാണ് പ്രധാനം. ജനിച്ച ഇടമേതാണെന്നുള്ളതാണ് പ്രധാനം. വളരുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് അവൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഘടകങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവനെ അല്ലെങ്കിൽ അവളെ അത് ബാധിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തിരസ്കരിച്ച് അടച്ചുപൂട്ടി
വീട്ടിലിരുത്തി അവൻ്റെ ജീവിതത്തിന് അവസാനം വളർത്താനായിട്ട് ഒരു മാതാപിതാക്കന്മാർക്കും കഴിയില്ല. ഒരു പ്രായം കഴിയുമ്പോൾ പഠനമായോ ജോലിയായോ ഒക്കെ ആയിട്ട് അവന് പുറത്തോട്ട് പോകേണ്ടതായിട്ട് വരും, ബാഹ്യലോകവുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. പോകുന്ന ഇടത്തിൽ അവൻ്റെ സംസ്കാരം സൂക്ഷിക്കണമെങ്കിൽ, അവൻ്റെ വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ, അവൻ ഉയർത്തിപ്പിടിക്കുന്നതായ ആ വിശ്വാസത്തിൻ്റെ ആർജവത്തെ മുറുകെ പിടിക്കണമെങ്കിൽ കുടുംബ പശ്ചാത്തലം മഹനീയമായിരിക്കണം, കുടുംബ പശ്ചാത്തലം വിശ്വാസത്തിൽ ഊന്നിയതായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തിൽ ഞാൻ വിട പറയുകയാണ്. വിശ്വാസത്താൽ മോശ വളരുകയാണ്. മിസ്രൈമിൻ്റെ സകലവിധ ജ്ഞാനത്തോടും കൂടി അവൻ വളരുന്നു. മിസ്രൈമിൻ്റെ സകലവിധ ആഠ്യത്വത്തോടു കൂടി അവൻ വളരുന്നു. മിസ്രൈമിൻ്റെ എല്ലാവിധമായ പരിശീലനത്തിൽ അവൻ വളരുന്നു. അത് വിദ്യാഭ്യാസപരമായി, ആയുധപരമായി, അങ്ങനെ ധാർമ്മികപരമായി എല്ലാ മേഖലയിലും മോശയ്ക്ക് വ്യത്യസ്തമായ ഒരു ലോകമാണ് അവിടെ ലഭിക്കപ്പെടുന്നത്. ആ വളർച്ച മോശയ്ക്ക് തൻ്റെ ഭാവി ശുശ്രൂഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്തെ വിശദീകരിക്കുന്നില്ല, കാരണം ഈ വാച്ച് എന്നെ ഒട്ടും സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. അവിടെ വളർന്ന് തൻ്റെ യൗവനവും കഴിഞ്ഞ് നല്ല പ്രായത്തിൻ്റെ ഒരു മധ്യാഹ്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ആ താൻ ജനിച്ചു വീണതായ കുടുംബത്തിന് ലഭിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ വിശ്വാസത്തിൽ മോശ ഒരു കുടുംബത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ മോശ മറ്റൊരു സ്ഥലത്ത് വളരുകയാണ്. അവൻ കൊട്ടാരത്തിൽ അവൻ വളരുമ്പോൾ അതിന് തൊട്ടു മുമ്പ് അവന് വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരം സ്വർഗത്തിലെ ദൈവം കൊടുക്കുകയാണ്. അത് എങ്ങനെ ഉണ്ടായി? അത് തൻ്റെ സഹോദരിയായിരിക്കുന്ന മിരിയാമിൻ്റെ കൃത്യമായ ഇടപെടലിൽ കൂടെയാണ് മോശയ്ക്ക് തൻ്റെ ഭവനത്തിലേക്ക് വീണ്ടും എത്താനുള്ളതായ ഒരു അവസരം ഉണ്ടായത്. അത് ഞാൻ തൊട്ടു മുമ്പ് ഒരു വാക്യം പറഞ്ഞില്ലേ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്നവനായ ഒരു ദൈവം. നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്നലകളിൽ ചെയ്തത് അങ്ങനെയാണ്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. എല്ലാം നന്മ. ചില കാര്യങ്ങൾ കയ്പായിട്ട് തോന്നിയാലും നാളുകളിൽ അത് അധികം നന്മയ്ക്ക് കാരണമാക്കും ദൈവം. എന്തിനാ മോശയെ ദൈവം വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്? അവൻ കൊട്ടാരത്തിൽ തന്നെ വളർന്നു വന്നെങ്കിൽ അവൻ്റെ ദേശസ്നേഹമുണ്ടാകുകയില്ലായിരുന്നു, സഹോദര സ്നേഹമുണ്ടാകുകയില്ലായിരുന്നു. അവന് ലഭിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ആ ചെറു പരിശീലനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള അവസരമുണ്ടാകുകയില്ലായിരുന്നു. ആ പെട്ടകത്തിൽ കൂടെ നൈൽ നദിയിലേക്ക് ഒഴിക്കപ്പെട്ട് ഫറവോന്റെ പുത്രിയുടെ അടുക്കലെത്തി അവിടെ നിന്ന് അവൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ദൈവം ഒരുക്കൊരു പദ്ധതിയാണ്. എന്തിനാണെന്നറിയാമോ? സഹോദര സ്നേഹത്തിൽ അവൻ വളർന്നു വരാൻ, ദേശീയ സ്നേഹത്തിൽ വളർന്നു വരാൻ, തൻ്റെ ജനത്തിൻ്റെ അവസ്ഥകളുടെ യഥാർത്ഥ ചിത്രങ്ങൾ മനസ്സിലാക്കി വളരാൻ വേണ്ടി ദൈവം അവനെ മടക്കി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ പരിശീലനം അവന് ലഭിക്കപ്പെട്ടത് കൊണ്ടാണ് അവൻ കൊട്ടാരത്തിൽ തൻ്റെ യൗവന കാലഘട്ടങ്ങൾ ചെലവഴിക്കേണ്ടി വന്നപ്പോൾ യാദൃശികമായി തനിക്ക് മുമ്പിൽ സംഭവിക്കപ്പെടുന്ന മിസ്രൈമിൻ്റെ ഇസ്രായേലിൻ്റെ അടിപിടി കേസുകൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും തൻ്റെ ചോര തിളയ്ക്കുകയും ചെയ്തത്. എന്താണ് അങ്ങനെ തിളയ്ക്കാൻ കാരണം? അവൻ വളർന്നു വന്ന പശ്ചാത്തലം, അവൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം, അവന് കിട്ടിയ ഉപദേശം സഹോദര സ്നേഹത്തിലൂന്നിയ ഉപദേശമായിരുന്നു, ദേശസ്നേഹത്തിലൂന്നിയ ഉപദേശമായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള എരിവിലുള്ള ഉപദേശമായിരുന്നു. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകുകയാണ്. എന്താ ഈ സഹോദര സ്നേഹം ഇല്ലാതെ പോകുന്നത്? ആമേൻ. എന്തുകൊണ്ടാണ് ദേശീയ സ്നേഹം ഇല്ലാതെ പോകുന്നത്? ബന്ധങ്ങൾക്ക് കൂടുതൽ താല്പര്യം കൊടുക്കാതെ സ്വാർത്ഥതയുടെ അനുഭവത്തിലേക്ക് ഒരു തലമുറ വഴിമാറി പോകുന്നത് അത്തരത്തിലുള്ള പരിശീലനം അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട്. അമ്മയുടെ അടുക്കൽ മടങ്ങിയെത്തുന്ന മോശയ്ക്ക് അമ്മ മുലപ്പാൽ കൊടുക്കുമ്പോൾ, താരാട്ട് പാടി ഉറക്കുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ, കൂടെ ഉറക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ മുഴുവൻ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയുടെ കഥകളായിരുന്നു, അവരുടെ പിതാക്കന്മാർ അനുഭവിക്കുന്ന വേദനകളുടെ കഥകളായിരുന്നു, അവരോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ കഥകളായിരുന്നു, അവർ നേരിടുന്ന പ്രതിസന്ധികളായിരുന്നു. കഥ കേട്ട് വളർന്നു വന്ന മോശയ്ക്ക് സഹോദര സ്നേഹമെന്ന് പറയുന്നത് ജീവന്റെ ഒരു ഭാഗമായി പോയി. ദൈവത്തിന് സ്വന്തം അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ആ സ്ഥാനത്തിന് വേണ്ടി, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി സ്വന്തം സഹോദരനെതിരെ നീ വാൾ ഉയർത്തുന്നുവെങ്കിൽ നിനക്ക് കിട്ടിയ പരിശീലനം ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതല്ല, ഇത് ഞങ്ങളുടെ കാര്യമാണ് എന്നുള്ളതായ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒന്നടങ്കമായി ഒരേപോലെ കാര്യത്തെ കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്താൽ ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പരിശീലനമാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്കുള്ള ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ചേർത്ത് നിർത്തുന്ന, ആമേൻ, സ്വന്തം പ്രസ്ഥാനത്തെക്കുറിച്ച്, സ്വന്തം ദേശീയതയെക്കുറിച്ച്, സ്വന്തം ആമേൻ സഭയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്
കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തലമുറ. സൺഡേ സ്കൂൾ കുട്ടികൾ അത് സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കണം. ദൈവദാസന്മാർ സഭയിൽ അത് പഠിപ്പിക്കണം. അതിനൊക്കെ ചിലപ്പോൾ ഡിനോമിനേഷൻ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു തിരിക്കും. പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷെ അത് പഠിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. സ്വതന്ത്രം വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗത്ത് നിന്ന് വിട പറയുകയാണ്. ചൂണ്ടിക്കാണിക്കാൻ ഏറെ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ആമേൻ. അമ്മയുടെ അടുക്കൽ വന്ന മോശയ്ക്ക് അത്തരത്തിലുള്ള പരിശീലനം കിട്ടിയതുകൊണ്ട് അവൻ സഹോദര സ്നേഹത്തിൽ വളർന്നു വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ സ്വന്തം കാലിൽ നിലനിൽക്കാൻ സമയമായപ്പോൾ, എന്ന് പറഞ്ഞാൽ അവൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സമയമായപ്പോൾ, അവൻ്റെ ആദർശം വെളിപ്പെടുത്താൻ സമയമായപ്പോൾ, തൻ്റെ മുമ്പിൽ നടക്കുന്നതായ അരുതാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ അവൻ്റെ ചോര തിളച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം സഹോദരനെ, ആമേ സ്തോത്രം, സ്വന്തം സഹോദരനെ കുറിച്ച്, സ്വന്തം ആമേ വർഗത്തെക്കുറിച്ച് നീ ബോധമുള്ളവനാകണമെന്ന് പറയുന്ന അമ്മയുടെ അപ്പൻ്റെ ഉപദേശം അവൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആക്രമിക്കപ്പെടുന്ന സ്വന്തം സഹോദരൻ അവൻ ചേർത്ത് നിർത്തുകയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് ഓർപ്പിച്ചുണർത്തുന്നു, ഒരു ചോദ്യത്തിൽ കൂടെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആക്രമിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഏറെ നമുക്ക് ലഭിക്കപ്പെടുമായിരുന്നു. കാര്യകാരണങ്ങളില്ലാതെ ഒറ്റപ്പെടുത്തി, വേദനപ്പെടുത്തി, തല്ലി തരിപ്പണമാക്കി കളഞ്ഞതായ ആ തലമുറയുടെ ചണ്ടി കൂമ്പാരത്തിൽ നിന്നും മറ്റൊരു തലമുറ എഴുന്നേൽപ്പിക്കേണ്ടതിന് സഹോദര സ്നേഹത്തിൽ വളർന്നു വരണമെന്ന്. തല്ലിപ്പിരിക്കാൻ എളുപ്പമാ, കൂട്ടിച്ചേർക്കാനാ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കൂട്ടിച്ചേർക്കലിൻ്റെതായ ഒരു തീരുമാനത്തിന്റെ രാത്രിയായി തീരട്ടെ റീജിയൻ കൺവെൻഷൻ. കൂട്ടിച്ചേർക്കലിന്റെ, ചേർത്ത് നിർപ്പിലിന്റെ, പങ്കിടലിന്റെ, സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതിന്റെ, ദേശീയ ബോധത്തിന്റെ, സംസ്കാരത്തിന്റെ, വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, ഉപദേശത്തിന്റെ ഒക്കെ നിലവാരത്തിലുള്ള ഒരു സമൂഹം. സ്വതന്ത്രം. നാളെ ഈ പരിസരത്തോടെ പോയാൽ പോലും എൻ്റെ നേരെ നിങ്ങൾ നോക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ മോശ മിസ്രൈമിൽ വളർന്നു വരികയാണ്. അവൻ വളർന്നു വന്നപ്പോൾ അവിടെ വെച്ച് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടുന്നു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടി. അപ്പോൾ അവനൊരു വിശ്വാസ വീട്ടിലല്ലേ ജനിച്ചത്? വിശ്വാസമുള്ള അമ്മയപ്പന്റെമാരുടെ കീഴിലല്ലേ അവൻ വളർന്നത്? ഉപദേശ സംഹിതകളൊക്കെ അവന് കിട്ടിയില്ലേ? ശരിയാ, ഇതെല്ലാം കിട്ടി. പക്ഷെ അവന് ദൈവമായിട്ട് ബന്ധമില്ലായിരുന്നു. പരിശീലനം കിട്ടി, ക്ലാസ് കിട്ടി, എല്ലാ സെറ്റപ്പിൻ്റെ അകത്തും ആൾക്കാരുണ്ട്. പക്ഷേ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. സംഘടനയിൽ ആളുണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്, ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. കർത്താവിൻ്റെ കൂടെ ആരുണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് രാത്രിയിൽ മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഒരുവനെയാണ് ദൈവത്തിന് ആവശ്യം. ഉലകത്തെ ഉഴുതുമറിക്കാൻ ദൈവം ഒരാളെ അന്വേഷിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പങ്കാളിയാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. പാസ്റ്ററിന്റെ മകനോ മകളായി ജനിച്ചതുകൊണ്ട് ആ കൊച്ച് വിശ്വാസിയാകണമെന്നുണ്ടോ? സെക്രട്ടറിയുടെയും ട്രഷറിന്റെയും മക്കളായി ജനിച്ചതുകൊണ്ട്, ഭാര്യയായി തീർന്നുകൊണ്ട്, ഭർത്താവായി തീർന്നുകൊണ്ട് അവര് ദൈവമായിട്ട് ബന്ധമുണ്ടാകണമെന്നുണ്ടോ? ഇല്ല. ദൈവമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ളൊരു തലമുറയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. ദൈവമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള ഒരു തലമുറ. ഈ ചാറ്റ് GPL എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പ്രസ്ഥാനമാണ് അവതരിപ്പിച്ചത്. ചരിത്രപരമായിരിക്കുന്ന ഒരു തുടക്കവും മുന്നേറ്റവും ഒക്കെ ആയിട്ട് പലയിടങ്ങളിൽ നിന്നും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ ഇടപെടലിൽ കൂടെ നമ്മുടെ തലമുറകളെ ശരിയായിരിക്കുന്ന മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം, അവരുടെ ചിന്താഗതി, അവരുടെ ധാർമ്മിക ചിന്താഗതികളൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ദൈവാത്മാവിൽ ദൈവദാസന്മാർക്ക് ആ ക്ലാസ്സിൽ കൂടെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ നിശ്ചയിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ തലമുറകൾ ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു തലത്തിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ട്, പക്ഷേ ദൈവമായിട്ട് അവർക്ക് വ്യക്തിപരമായ ബന്ധമില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ അവർക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല. അതൊരു ഭയങ്കരമായ അപകടമാണ് നമുക്ക് മുമ്പിൽ വിതയ്ക്കാൻ പോകുന്നത്. നാളെ അവർ ആ മറ്റൊരു രാജ്യത്തിലേക്ക് പോകും, നാളെ അവർ അന്യദേശത്തിലേക്ക് പോകും. ജീവിതത്തിന്റെ സുഖലോലുപകൾ തേടി സ്വന്തം ഭവനവും പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് അവർ ദൂരേക്ക് യാത്ര ചെയ്യും.
പോകുന്ന ഇടങ്ങളിൽ അവർ ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഫോൺ വിളിച്ച് ചോദിക്കും, നീ പ്രാർത്ഥിച്ചോ, നീ പാടിയോ? അവർ ഉവെന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എത്രയോ ഫോൺ കോളുകൾ എനിക്ക് വരുന്നു. എത്രയെത്ര മാതാപിതാക്കന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ വിളിച്ച് അങ്ങനെയുള്ളതായ വാർത്തകൾ പറയും. കുഞ്ഞുങ്ങളുടെ വാർത്തകൾ എന്നോട് പറയുന്നു. വ്യക്തമായിരിക്കുന്ന അനുഭവത്തിലും അറിവിലും നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ നമ്മൾ ശക്തമായി ഉണർന്ന് പ്രാർത്ഥിക്കണം. ആമേ, ദൈവത്തെ അടുത്തറിയുന്ന ഒരു തലമുറ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടു. 5 മിനിറ്റ് കൊണ്ട് സുവിശേഷം കൂടെ അവതരിപ്പിച്ച് ഞാൻ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവമുണ്ടോ? ദൈവമുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്? ദൈവത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? എബ്രായ ലേഖനത്തിൽ കൂടെ തന്നെ ലേഖകൻ അവതരിപ്പിക്കുന്നുണ്ട് ദൈവം ആരാണ് എന്ന്. അത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് യേശു ക്രിസ്തു എന്ന് ലേഖകൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവമുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന ആശയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ തെളിവ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന തെളിവ് കൊണ്ട് മാത്രമാകുന്നുണ്ടോ? അത് നിങ്ങളുടെ മതഗ്രന്ഥമല്ലേ? അത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണമല്ലേ? ആ പ്രമാണത്തിൽ ഊന്നിക്കൊണ്ട് യേശു ദൈവമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? വേണ്ട. ഭൂമിശാസ്ത്രപരമായിരിക്കും തെളിവുകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതും വേണ്ട. നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് വളർന്നു വന്ന ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെയും ഈ പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് അടിവരയിട്ട് ഓർപ്പിക്കാൻ കഴിയും. എന്റെയും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കപ്പെട്ടത് ഒരു ദൈവമുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായി സംശയമില്ലാതെ പറയും, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു വരുന്നൊരു കൂട്ടത്തിൽ ഏറ്റവും അടിയിൽ പറഞ്ഞു നിർത്തുന്നത്, ആ ദൈവത്തെ അവൻ കണ്ടതുകൊണ്ട് മിസ്രൈമിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടുപോന്നു. എന്നിട്ട് പറയുന്നത് അവൻ ക്രിസ്തുവിന്റെ കഷ്ടത വലിയ ധനമെന്ന് എണ്ണി എന്നാണ് വായിക്കുന്നത്. ഇപ്പം മോശ അറിഞ്ഞ ദൈവം ആരാണ്? പഴയ നിയമത്തിലെ യഹോവയാണോ? ഞാൻ പറയുകയല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് മോശ കണ്ടിട്ടുള്ളത്. യേശുവിനെ തന്നെയാണ് അവൻ അനുഭവിച്ചിട്ടുള്ളത്. ലേഖകന് തെറ്റുപറ്റുമോ? ലേഖകൻ എഴുതി വെക്കുന്ന ഈ വാക്കുകൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിച്ചതിന് പിന്നിലെ കാരണം എന്താ? അതങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. ബൈബിൾ തെറ്റല്ല, പരിശുദ്ധാത്മാവ് തെറ്റല്ല. ആമേൻ. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും വെളിപ്പെട്ട് നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അതുല്യത തന്നെയാണ്. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. കാലാന്തരത്തിൽ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് പഴയ നിയമത്തിൽ അദൃശ്യനായി നിൽക്കുന്ന ആത്മാവായ ദൈവമായി നിലകൊള്ളുമ്പോൾ പുതിയ നിയമത്തിൽ ആത്മാവായ ദൈവം കൃപയും സത്യവും നിറഞ്ഞവനായി നമുക്കിടയിലേക്ക് വന്ന് പാർക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയാത്ത ജീവിതം നിരർത്ഥകമായ ഒരു ജീവിതമാണ് കേട്ടോ. ഈ ഭൂമി ലഭിക്കപ്പെട്ട സമയപരിധികളിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വെളിപ്പാട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഭാഗ്യകരമായ അനുഭവം എന്ന് പറയുന്നത്. ആമേൻ. പത്രോസ് എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിനൊപ്പം യാത്ര ചെയ്തു വന്നതായ ശിഷ്യഗണങ്ങളുടെ പ്രധാനിയായിരുന്നുവല്ലോ. യേശുവിന്റെ സാമൂഹിക ഇടപെടലിന്റെ ചരിത്രപ്രസിദ്ധമായ കാലഘട്ടത്തിൽ ഫിലിപ്പിന്റെ കൈസരിയിൽ എത്തുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യത്തോടുള്ള ബന്ധത്തിൽ പത്രോസ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നൊരു മർമ്മമാണ് താൻ അവിടെ പ്രസ്താവിക്കുന്നത്. യേശു തിരിച്ച് പത്രോസിനോട് പറയുന്നത്, നിനക്കിത് മനസ്സിലായത്, നീ ഇത് മനസ്സിലാക്കിയത് ജഡരക്തങ്ങളുടെ സഹായത്തോടെയല്ല, മറിച്ച് ദൈവത്തിന്റെ വെളിപ്പാടാണത്, ദൈവത്തിന്റെ ഇടപെടലാണത്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് 2 രീതികളിലാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 1 വിശ്വാസത്തിന്റെ ആധാരത്തിൽ, 2 ദൈവത്തിന്റെ നേരിട്ടുള്ളതായിരിക്കുന്ന വെളിപ്പാടിൽ കൂടെ. ദൈവത്തെ നേരിട്ട് കണ്ടിറങ്ങിയവർ ഈ പന്തലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നവരുണ്ട്. ദൈവത്തിന്റെ സ്പർശനം അനുഭവിച്ചവർ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് രോഗസൗഖ്യമായിട്ടായിരിക്കാം, പ്രശ്നങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. വിശ്വസിക്കാൻ തക്കതായിരിക്കുന്ന പരിപക്വമായ മനസ്സില്ലാതിരുന്നിട്ട് പോലും ദൈവത്തിന് അവനെ ആവശ്യമുള്ളത് കൊണ്ട്, അവളെ ആവശ്യമുള്ളത് കൊണ്ട് അവന്റെ അടുക്കിൽ ഇറങ്ങി വന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് പറഞ്ഞതുപോലെ നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് സ്വയം വെളിപ്പെടുത്തി വെളിപ്പാടിലേക്ക് നയിക്കുക. ആ ചരിത്രം ഇനിയും ആവർത്തിക്കാൻ ദൈവത്തിന് കഴിയും.
ഈ നാട്ടിൽ അങ്ങനെയുള്ള വെളിപ്പാട് പ്രാപിച്ച ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. അത് മത്തായി ആണെങ്കിലും മമ്മദാണെങ്കിലും മാധവനാണെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായി വെളിപ്പാട് പ്രാപിച്ച് എഴുന്നേൽക്കുന്ന നാഴിക വിദൂരമല്ലെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവരുമുണ്ട്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വെളിപ്പെട്ട് വരുന്ന സത്യം യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള പരമാർത്ഥതയാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ, പാതി വഴിയിൽ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു പരമാർത്ഥതയാണ്. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുന്ന ഒരു പരമാർത്ഥതയാണ്. വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന തന്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ വെളിപ്പെടുത്തുന്ന ഒരു പരമാർത്ഥത പറഞ്ഞു നിർത്തുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. പറഞ്ഞു നിർത്തട്ടെ. യോക്കേബേത്തും അമ്രാമും പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. തലമുറ വിശുദ്ധ ഉപദേശത്തിൽ വളർന്നു വന്നു. ദേശ സ്നേഹത്തെക്കുറിച്ച്, സ്വന്തം വർഗ സ്നേഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ബോധമുള്ളവനായി അവൻ വളർന്നു വന്നു. അവന് നേടാൻ കഴിയുന്ന എല്ലാ അറിവുകളും ലോകപരമായിരിക്കുന്ന മേഖലയിൽ അവൻ നേടി. അങ്ങനെ പോകുന്ന വഴിധാരയിൽ അവൻ്റെ അമ്മയപ്പന്മാർ സേവിക്കുന്ന ദൈവത്തെ അവൻ വ്യക്തിപരമായി അടുത്തറിയാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇന്ന് രാത്രി ഞങ്ങൾ ഈ യോഗത്തിൽ കൂടെ ഓർപ്പിച്ചുണർത്തുന്നത്, സ്നേഹിത, നിന്റെ ജീവിതയാത്രയിൽ നീ അറിഞ്ഞിരിക്കേണ്ട വസ്തുത ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു പരമാർത്ഥതയാണ്. ഒരു ദൈവമുണ്ട്. ആ ദൈവം മനുഷ്യന് വേണ്ടി ഒരു ന്യായവിധിയും നിയമിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. മനുഷ്യന് വേണ്ടി ഒരു രക്ഷാ പദ്ധതി നിയമിച്ചു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് തിരിച്ചറിവും ഇല്ലാകുന്ന പോകുന്നിടത്തോളം കാലം ജീവിതം ഏറ്റവും അർത്ഥശൂന്യമായി തീരുകയാണ്. നാളെ ഇവിടെ യോഗമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാളെ യോഗം നടത്താൻ ഒരു അവസരം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു സുവിശേഷകനായി നിന്നുകൊണ്ട്, നിർമ്മലമായ സുവിശേഷത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് ദൈവത്തെ അറിയുവാനുള്ളതായ അവസരങ്ങൾ ദൈവം അവസാന സമയമായിട്ട് തന്നിരിക്കുമ്പോൾ, ഈ രാത്രി നിനക്കത് നന്നായി മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ, നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ലാത്തത് കൊണ്ട് അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് രാത്രിയിൽ അവൻ വാതിൽക്കുന്നത് മുട്ടുകയാണ്. കണ്ടാലും അവൻ സ്തോത്രം ഹൃദയത്തിന്റെ വാതിൽക്കുന്ന മുട്ടുമ്പോൾ അവന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, മോശയ്ക്ക് വെളിപ്പെട്ട് വന്ന ദൈവം നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് വന്നിട്ട് നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറുന്ന നിലകളിൽ, നിന്റെ കഷ്ടതകൾ മാറുന്ന നിലകളിൽ, നിന്റെ വേദനകൾ കരുതി വരുന്ന നിലകളിൽ നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കാൻ ഈ രാത്രി ഞാൻ ഈ വേദിയെ ഇവിടെ ഉപയോഗിക്കുകയാണ്. വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടിയ സമയത്ത് അവന്റെ ജീവിതം വഴിമാറി. അടിമനുഖത്തിന്റെ കണ്ണുകൾ അവിടെ അകന്നു വീഴുകയാണ്. അടിമച്ചങ്ങലകൾ പൊട്ടുകയാണ്. അടിമകളാക്കി വെച്ചിരുന്നതായിരിക്കും സാത്താന്റെ ഗോപുരത്തിന് നേരെ സന്ധിയില്ലാത്ത യുദ്ധത്തിനായിട്ട് മോശ എഴുന്നേൽക്കുകയാണ്. സ്നേഹിത, നാളുകളായി നിന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ശാപത്തിന്റെ, രോഗത്തിന്റെ, പാപത്തിന്റെ, ഉയർച്ചയില്ലായ്മയുടെ, ദുഃഖത്തിന്റെ, സന്തോഷമില്ലായ്മയുടെ ആ അടിമച്ചങ്ങളെ അറുത്തുമാറ്റാൻ ഒരേ ഒരു വഴി ദൈവത്തെ കണ്ടുമുട്ടുക. അദൃശ്യനായ ആത്മാവാം ദൈവത്തെ കണ്ടുമുട്ടുക. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശുവിന്റെ മകനും മകളുമായി തീരുക. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. നേർച്ച കാഴ്ചകൾ നിന്നെ ഇനി രക്ഷിക്കില്ല. നിന്റെ പണം നിന്നെ ഇനി രക്ഷിക്കത്തില്ല. നിന്റെ ജ്ഞാനം നിന്നെ രക്ഷിക്കുകയില്ല. തടിമുടക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം രക്ഷിക്കത്തില്ല. നിന്റെ തകർച്ചകളെ പരിഹരിക്കാൻ കഴിയുന്നവൻ ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച കർത്താവിനല്ലാതെ കഴിയുകയില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ സ്നേഹപുരസ്സരം അറിയിക്കുകയാണ്. ദൈവമക്കളായ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. വെളിപ്പെട്ട് വന്ന ദൈവകൃപ മറന്നു കളയരുത്. ആമേ, പിറുപിറുക്കരുത്. വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നവരാകണം. ദൈവത്തോട് വ്യക്തിപരമായി ബന്ധമുള്ളവരായി തീരണം. അദൃശ്യ ദൈവത്തെ കണ്ടുമുട്ടുന്നവരായി തീരണം. ആകത്തുക ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ തലമുറകളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. യേശുവുമായി ബന്ധമില്ലാതെ പുറത്ത് ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു, യേശുവിന് നിന്നെക്കുറിച്ച്, നിന്റെ ജീവിതത്തിനെ കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വരുമ്പോൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ വളർന്നു, വിശ്വാസത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. തീരുന്നില്ല. എബ്രായ ലേഖനം താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആമേൻ, ഈ പറയുന്ന വിശ്വാസ വീരന്മാരുടെ എല്ലാം ആകത്തുകയായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു, വിശ്വാസത്തിൽ അവരെല്ലാം മരിച്ചു എന്നാണ് വായിക്കുന്നത്. തുടക്കം എങ്ങനെ ആകുന്നു എന്നുള്ളതല്ല, അവസാനം എങ്ങനെ ആകുന്നു എന്നുള്ളതാണ് പ്രധാനം.
ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് നാം എത്തപ്പെട്ടു നിൽക്കുകയാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? കർത്താവിന്റെ വരവിന് ആമേൻ ഇനി കാലതാമസം ഏറെയൊന്നുമില്ല. ഒന്നെങ്കിൽ കാഹളം മുഴങ്ങും, അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രാപഞ്ചിക ശാരീരിക അവസ്ഥകൾ വെച്ച് നോക്കിയാൽ അധിക കാലമൊന്നും നമുക്കിവിടെ പാർക്കാനുള്ളതായ അവസരമൊന്നും ഒരുപക്ഷെ ഇല്ലായിരിക്കാം. നാളെ ഉണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ജീവിതത്തെ പന്താടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആമേൻ മഹത്തരമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രവേശനം ലഭിക്കപ്പെടാൻ ക്രിസ്തു വിശ്വാസത്തിൽ മരിക്കപ്പെടണം. ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ലെന്ന് വചനം വായിക്കുന്നു. ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ മരിക്കുക, ദൈവത്തെക്കുറിച്ച് അവബോധമുള്ളവരായി തീരുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. നമുക്ക് കിട്ടിയ വിലപ്പെട്ട വിശ്വാസത്തെ നമുക്ക് പരിഭാവനമായി സൂക്ഷിക്കാം, ഏറ്റുപറയാം. എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കും.